Fairest Lord Jesus, ruler of all nature, O thou of God and men the Son, thee will I cherish, thee will I honor, thou my soul's glory, joy, and crown. Fair are the meadows, fairer still the woodlands, robed in the blooming garb of spring. Jesus is fairer, Jesus is purer, who makes the woeful heart to sing. Fair is the sunshine, fairer still the moonlight, and all the twinkling starry host. Jesus shines brighter, Jesus shines purer than all the angels and can boast. Beautiful Savior, Lord of all the nations, Son of God and Son of man, glory and honor, praise and adoration, now and forevermore be thine. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, നമ്മുടെ ദൈവത്തിന് നമ്മോട് പറയുവാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുക, എൻ്റെ നിയമം പ്രമാണിക്കുക. അതായത് കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെയും നാം പ്രമാണിക്കണം. തന്നെയുമല്ല, കർത്താവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നാം സകല ജനങ്ങളോടും ഉപദേശിക്കുകയും വേണം. അതിന് കാരണമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ സൃഷ്ടികളായ നാം എല്ലാവരും നിത്യമായി ദൈവവുമായുള്ള ആ കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ, അവൻ്റെ രാജ്യത്തിൽ. ദൈവത്തിൻ്റെ രാജ്യമാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുവാൻ നമുക്ക് നിത്യജീവൻ ആവശ്യമാണ്. സാക്ഷാൽ ദൈവമായവൻ മനുഷ്യ സാദൃശ്യത്തിലായി യേശുക്രിസ്തുവിൽ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുവാനാണ്, നമുക്ക് നിത്യജീവൻ തരുവാനാണ്. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ
മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കേന്ദ്രവാക്യം അഥവാ കീവേഡ്സ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 5 and 6. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധജനവും ആകും. ഇഫ് യു വിൽ ഒബേ മീ ആൻഡ് കീപ് യുവർ പാർട്ട് ഓഫ് മൈ കോൺട്രാക്ട് വിത്ത് യു, you shall be my own little flock from among all the nations of the earth, for all the earth is mine, and you shall be a kingdom of priests to God, a holy nation. പഴയ നിയമത്തിലെ ഈ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളതാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിൽ എത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. മോശയെ ദൈവം സീനായി മലയിലേക്ക് വിളിച്ച് അവിടെ വെച്ച് മോശയോട് പറയുകയാണ്, നീ ഇത് ജനത്തോട് പറയുക. വെറുതെ അങ്ങ് പറയുകയല്ല, ഞാൻ നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ആ വിധമൊക്കെ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ ഓർക്കണം. അത് ആദ്യം പറയുകയാണ്. യു ഹാവ് സീൻ വാട്ട് ഐ ഡിഡ് ടു ദ ഈജിപ്ഷ്യൻസ് ആൻഡ് ഹൗ ഐ ബ്രോട്ട് യു ടു മൈസെൽഫ് ആസ് ദോ ഓൺ ഈഗിൾസ് വിങ്സ്. കഴുകന്മാരുടെ ചിറകിൻ്റെ പുറത്ത് കയറ്റി കൊണ്ടുവന്നതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു അവർക്ക് ഈജിപ്തിൻ്റെ ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനം. അതാണ് കർത്താവ് പറയുന്നത്. യു ഹാവ് സീൻ വാട്ട് ഐ ഡിഡ് ടു ദ ഈജിപ്ഷ്യൻസ് ആൻഡ് ഹൗ ഐ ബ്രോട്ട് യു ടു മൈസെൽഫ് ആസ് ദോ ഓൺ ഈഗിൾസ് വിങ്സ്. നൗ ഇഫ് യു വിൽ ഒബേ മീ ആൻഡ് കീപ് യുവർ പാർട്ട് ഓഫ് മൈ കോൺട്രാക്ട് വിത്ത് യു, you shall be my own little flock from among all the nations of the earth, for all the earth is mine, and you shall be a kingdom of priests to God, a holy nation. ഞാൻ പറയുന്നതൊക്കെയും നിങ്ങൾ പ്രമാണിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കും. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. നിങ്ങൾ രാജാക്കന്മാരാകും, പുരോഹിതന്മാരാകും, വിശുദ്ധ വംശമാണ്. അതാണ് കർത്താവ് പറയുന്നത്. ദൈവരാജ്യത്തിൽ നാം ആകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന പദവികളാണ് ഇതെല്ലാം. പണ്ടൊരിക്കൽ ഒരു ന്യായശാസ്ത്രി, ആൻ എക്സ്പെർട്ട് ഓൺ മോസസ് ലോ, യേശുക്രിസ്തുവിനെ സമീപിച്ച് ഇപ്രകാരം ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇതേ ചോദ്യവുമായി ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് നിത്യജീവൻ വേണം. അവർക്ക് ഈശ്വര സാക്ഷാത്കാരം വേണം.
ദൈവവുമായുള്ള കൂട്ടായ്മ അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് മോക്ഷം നേടണം. അതിനായി അവർ നട്ടം തിരിയുകയാണ്. എന്ത് ചെയ്താലാണ് മോക്ഷം നേടുന്നത്? ഇവിടെ ഈ ന്യായശാസ്ത്രിയോട് യേശു എന്താണ് പറഞ്ഞത് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗമായ സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 25-37 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് നോക്കാം. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. ന്യായശാസ്ത്രി തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. യേശു ഒരു പാരബിൾ പറയുകയാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യദൃച്ഛ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു എന്ന് യേശു ന്യായശാസ്ത്രിയോട് ചോദിച്ചു. അവനോട് കരുണ കാണിച്ചവൻ എന്ന് ന്യായശാസ്ത്രി ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ന്യായശാസ്ത്രിയുമായുള്ള യേശുക്രിസ്തുവിൻ്റെ ഈ സംവാദത്തിൻ്റെ പശ്ചാത്തലം ഒരു യഹൂദ പശ്ചാത്തലമാണ്. ന്യായശാസ്ത്രി ന്യായപ്രമാണം പഠിപ്പിക്കുന്നവനാണ്, എ ടീച്ചർ ഓഫ് ദ ലോ. പ്രമാണം മുഴുവൻ അറിയാവുന്ന ഈ വ്യക്തി യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവന് അവകാശിയായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ സംവാദം സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരുവന് ദൈവ ആരാധനയിലൂടെ, സ്നേഹത്തിലൂടെ, മനസ്സലിവിലൂടെ, തനിക്കുള്ളതിൽ നിന്നും മറ്റുള്ളവർക്ക് പങ്കിടുന്നതിലൂടെ ദൈവരാജ്യവും നിത്യജീവനും കരഗതമാക്കാം എന്നാണ്. ഇക്കാര്യമെല്ലാം അവരുടെ ന്യായപ്രമാണത്തിൽ ഉണ്ട്. ഇതാണ് ന്യായശാസ്ത്രി പഠിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് യേശു അവനോട് ചോദിച്ചത്, വാട്ട് ഡസ് മോസസ് ലോ സേ അബൌട്ട് ഇറ്റ്? ന്യായശാസ്ത്രി പറയുകയാണ്, ഇറ്റ് സേസ് that you must love the Lord your God with all your heart and with all your soul and with all your strength and with all your mind. ദൈവം സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിക്കുക. അടുത്തത്, and you must love your neighbor just as much as you love yourself. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതെല്ലാം ന്യായപ്രമാണത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയുവാൻ ന്യായശാസ്ത്രിക്ക് കഴിഞ്ഞത്. യേശു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരി, പോയി അങ്ങനെ തന്നെ നീയും ചെയ്യുക. പക്ഷേ ന്യായശാസ്ത്രി പോയില്ല, അവിടെ തങ്ങി നിൽക്കുകയാണ്. അയാൾക്ക് അറിയേണ്ടിയിരുന്നത്
ഇനി ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നാണ്. അത് മനസ്സിലാക്കി കൊടുക്കുവാൻ യേശു പഠിപ്പിച്ച ഒരു ഉപമയാണ് ലോകപ്രസിദ്ധമായ നല്ല ശമരിയാക്കാരൻ്റെ കഥ, പാരബിൾ ഓഫ് ദ ഗുഡ് സമറിറ്റൻ. Jesus replied with an illustration. A Jew going on a trip from Jerusalem to Jericho was attacked by bandits. They stripped him of his clothes and money and beat him up and left him lying half dead beside the road. By chance, a Jewish priest came along, and when he saw the man lying there, he crossed to the other side of the road and passed him by. ഈ പുരോഹിതൻ വേറെ വഴിയായി കടന്നുപോയി. എ ജൂവിഷ് ടെമ്പിൾ അസിസ്റ്റന്റ്, അതായത് ലേവ്യൻ, walked over and looked at him lying there, but then went on. മുറിവേറ്റ് അർത്ഥപ്രാണനായി അവിടെ കിടന്നിരുന്ന മനുഷ്യൻ യഹൂദനായിരുന്നു. അതുവഴി കടന്നു വന്ന ഈ പുരോഹിതനും ലേവ്യനും സ്വജാതിക്കാരനായ ആ വ്യക്തിയോട് ഒട്ടും കരുണ കാണിച്ചില്ല. അവർക്ക് മനസ്സലിവില്ലാതെ പോയി. അതേസമയം യഹൂദന്മാർ വെറുക്കുന്ന ഒരു വനിത വരുന്നു, ശമരിയാക്കാരൻ. എന്തുകൊണ്ടാണ് യഹൂദന്മാർ ശമരിയാക്കാരെ വെറുക്കുന്നത്? കാരണം അവർ ജനറ്റിക്കലി പ്യുവർ അല്ല. പണ്ട് അസീറിയക്കാർ ശമരിയെ ആക്രമിച്ചപ്പോൾ അസീറിയൻസുമായിട്ട് ചേർന്നുള്ള ഒരു സങ്കരവർഗമാണ് അന്നത്തെ ശമരിയാക്കാർ എന്നവർ കരുതി അവരെ റിജക്റ്റ് ചെയ്തിരുന്നു. അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു, അവരെ വെറുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു ശമരിയാക്കാരനാണ് രക്ഷകനായി നാം ഇവിടെ കാണുന്നത്. തന്നെ യഹൂദന്മാർ വെറുക്കുന്നവനാണ് എന്ന് അറിയാമായിട്ടും മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന വ്യക്തിയോട് കരുണ തോന്നുവാൻ തക്കവണ്ണം അവൻ്റെ ആ സ്നേഹം, അല്ലെങ്കിൽ അവൻ്റെ ആ മനോഭാവം അവനെ നിർബന്ധിച്ചു. അവന് മനസ്സലിവ് തോന്നി. അതാണ് നാം ഇവിടെ വായിക്കുന്നത്. But a despised Samaritan came along, and when he saw him, he felt deep pity. Kneeling beside him, the Samaritan soothed his wounds with medicine and bandaged them. Kneeling beside him. അവർ വെറുക്കുന്നവനായിരുന്നു ഈ ശമരിയാക്കാരൻ എങ്കിലും അവൻ ധനികനായിരുന്നു. കഴുതപ്പുറത്താണ് യാത്ര. അവിടെ ആ അർത്ഥപ്രാണനായി കിടക്കുന്നവൻ്റെ അടുത്ത് കുനിഞ്ഞു കിടന്ന് അവനെ ശുശ്രൂഷിക്കുകയാണ്. അവൻ്റെ മുറിവുകളിൽ എണ്ണയും മീഞ്ഞും പകർന്ന് അത് മുറിവ് കെട്ടുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്തത്? Then he put the man on his donkey and walked along beside him. കഴുതപ്പുറത്ത് ഈ മനുഷ്യനെ എടുത്ത് ഇരുത്തി, എന്നിട്ട് താൻ നടക്കുകയാണ്. Walked along beside him till they came to an inn where he nursed him through the night. രാത്രി മുഴുവൻ അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ ശമരിയാക്കാരൻ അവിടെയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു ഈ കഥ പറയുമ്പോൾ ഇതിലെ ഓരോ വാക്കും എത്രമാത്രം ഇമ്പാക്റ്റാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നത്. അവരനോട് നമുക്ക് തോന്നേണ്ട മനസ്സലിവ്, കരുണ, ആർദ്രത, അതിന് എത്രമാത്രം പ്രാധാന്യമാണ് ദൈവം കൽപ്പിക്കുന്നത്. The next day he handed the innkeeper 2 $20 bills and told him to take care of the man. If his bill runs higher than that, he said, I will pay the difference the next time I am here. അധികം വല്ലതും ചിലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് 2 വെള്ളിക്കാശ് സത്രക്കാരന് കൊടുത്തുകൊണ്ട് ഈ ശമരിയാക്കാരൻ യാത്രയാകുകയാണ്. അത്രയും കാര്യമേ യേശുക്രിസ്തു ഈ കഥയിൽ പറയുന്നുള്ളൂ. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്നും പറയുന്നില്ല. ഇത്രയും മതി സഹോദരങ്ങളെ.
മുറിവേറ്റ് കിടക്കുന്നവനോട്, അർത്ഥപ്രാണനായി കിടക്കുന്നവനോട്, അവൻ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ പെട്ടവനായിരുന്നാലും ശരി, നാം അവനോട് കാണിക്കേണ്ട കരുണ, ആർദ്രത, അതാണ് ദൈവം കൗണ്ട് ചെയ്യുന്നത്. കർത്താവ് ചോദിക്കുകയാണ്, നൗ വിച്ച് ഓഫ് ദീസ് ത്രീ വുഡ് യു സേ വാസ് എ നെയ്ബർ ടു ദ ബാൻഡിറ്റ്സ് വിക്ടിം? The man replied, the one who showed him some pity. Then Jesus said, yes, now go and do the same. ഈ മൂവരിൽ ആരാണ് ആ മുറിവേറ്റ് കിടന്നവൻ്റെ അയൽക്കാരൻ എന്ന് യേശു അവരോട് ചോദിച്ചു. അപ്പോൾ ആ ന്യായശാസ്ത്രി പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ എന്ന്. എന്നാൽ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സ്നേഹിക്കുവാൻ പാകത്തിന്, നമുക്ക് ആർദ്രത കാണിക്കുവാൻ, അനുകമ്പ കാണിക്കുവാൻ, മനസ്സലിവ് കാണിക്കുവാൻ പാകത്തിന്, നമുക്ക് ശുശ്രൂഷിക്കുവാൻ പാകത്തിന്, പങ്കിടുവാൻ പാകത്തിന്, അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സമീപത്തുണ്ട്. നാം നടന്നു പോകുന്ന വഴിയിലുണ്ട്. അവർ മുറിവേറ്റവരായി, അർത്ഥപ്രാണരായി ആപത്ഘട്ടങ്ങളിൽ നമ്മുടെ സമീപത്തായിരിക്കുകയാണ്. നാം ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തുണ്ട്, നമ്മുടെ ആരാധനാലയങ്ങളിലുണ്ട്. അവരെ കാണാതെ വണ്ണം നമ്മളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണോ? നാം ജീവിക്കുമ്പോൾ, നാം നടക്കുമ്പോൾ കണ്ണ് തുറന്ന് നടക്കുക. അപ്പോൾ മാത്രമേ ആപൽഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. പ്രയാസത്തിലിരിക്കുന്നവരെ, ദരിദ്രരെ, അവർ ആരായിരുന്നാലും, ഏത് ഭാഷക്കാരോ ജാതിക്കാരോ മതക്കാരോ ആരായിരുന്നാൽ തന്നെയും ഒരു വ്യത്യാസവുമില്ലാതെ അവരെ നാം സഹായിക്കണം, കരുതണം എന്നാണ് ഈ വേദഭാഗത്തിൽ കൂടെ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനായി നമുക്ക് റിസ്ക് എടുക്കേണ്ടി വരും. നാം എവിടെയെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോവുകയായിരിക്കും, നമുക്ക് സമയമില്ലായിരിക്കാം. പക്ഷേ ആ സമയം നമുക്ക് അതിനായിട്ട് വിനിയോഗിക്കണം. സമയം നാം അതിനായി ചിലവിടണം. നമ്മുടെ സമ്പത്ത് അതിനായി ചിലവിടണം. അതിനായി നാം സമയം കണ്ടെത്തണം, നാം ധനം കണ്ടെത്തണം. നമ്മുടെ സമയമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മുടെ അയൽക്കാരനെ സഹായിക്കുന്നതിന് ഒരു തടസ്സമായി കൂടാ. ഈ ദൃശ്യപ്രവർത്തനങ്ങളാണ് ദൈവരാജ്യ വ്യാപനം സാധ്യമാക്കുന്നത്. ദൈവരാജ്യത്തിലായിരിക്കുന്നവർ പരസ്പരം സഹോദരങ്ങളാണ്. അതായത് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുകയും നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുകയും അത് പ്രമാണിക്കുവാൻ തക്കവണ്ണം മറ്റു ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം ജീവിക്കുന്നവർ പരസ്പരം സഹോദരന്മാരാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ വിവക്ഷിക്കുന്നത്. ഇങ്ങനെ സഹോദരന്മാരായിരിക്കുന്നവർ തമ്മിലുള്ള ഇടപെടലുകൾ, അവരുടെ പെരുമാറ്റങ്ങൾ സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 13 to 19. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനം എന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ
നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. സഹോദരന്മാർ തമ്മിൽ പരസ്പരം സമാധാനത്തിനും ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. ഭക്ഷണ നിമിത്തം പോലും സഹോദരനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചവരും ബലഹീന വിശ്വാസികളുമുണ്ട്. വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർ അവർ ബലഹീനരാണ്. ഉദാഹരണത്തിന് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത് എന്ന് ഒരു പ്രമാണം ഉള്ളപ്പോൾ ബലഹീന വിശ്വാസി എങ്ങനെയും അത് അനുസരിക്കുവാൻ നോക്കും. തങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ നോക്കി വിശുദ്ധിയിലേക്ക് വളരുവാൻ അവർ ശ്രമിക്കും. അപ്പോൾ അവരുടെ അടുത്തിരുന്ന് വിശ്വാസത്തിൽ ഉറച്ച ഒരു വ്യക്തി വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നു എങ്കിൽ അത് ആ ബലഹീന വിശ്വാസിയെ ദുഃഖിപ്പിക്കുന്നതാണ്. അവനെ വിശ്വാസത്തിൽ നിന്നും മാറ്റിക്കളയുന്നതാണത്. വിശ്വാസത്തിൽ ഉറച്ചവന് പറയാം, വിഗ്രഹം ഏതുമില്ല, വിഗ്രഹമൊന്നുമില്ല, അതിനെ എന്തെങ്കിലും മഹത്വമുള്ളതായി ഞാൻ കണക്കാക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതവൻ്റെ വിശ്വാസമാണെങ്കിൽ അത് അവനെ രക്ഷിക്കും. അത് ശരിയായിട്ടുള്ള കാര്യമാണ് ആർക്ക്? വിശ്വാസത്തിൽ ഉറച്ചവന്. അതേസമയം ഇത് ബലഹീന വിശ്വാസി കാണുന്നു എങ്കിൽ അവന് അത് വ്യസന കാരണമാണ്. വിശ്വാസത്തിൽ നിന്നും അവൻ പോയി പോകുവാനിടയാകും. നമുക്ക് വായിക്കാം. As for myself, I am perfectly sure on the authority of the Lord Jesus that there is nothing really wrong with eating meat that has been offered to idols. പൗലോസ്ലീഹ പറയുകയാണ്, but if someone believes it is wrong, then he shouldn't do it because for him it is wrong. And if your brother is bothered by what you eat, you are not acting in love if you go ahead and eat it. Don't let your eating ruin someone for whom Christ died. Don't do anything that will cause criticism against yourself, even though you know that what you do is right. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, കാരണം അതേപോലെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ള ഒരുവനെ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ നിങ്ങൾ അപ്രവൃത്തി ചെയ്യരുത് എന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. For after all, the important thing for us as Christians is not what we eat or drink, but stirring up goodness and peace and joy from the Holy Spirit. We are here to stir up goodness and peace and joy from the Holy Spirit. If you let Christ be Lord in these affairs, God will be glad, and so will others. In this way, aim for harmony in the church and try to build each other up. പരസ്പരം ആത്മീക വർധനയ്ക്ക് ഉതകുന്നത് കരുതിക്കൊള്ളുക. ദൈവരാജ്യ പ്രവേശനത്തിന് അർഹരായ സഹോദരന്മാരുടെ മുഖമുദ്രയാണ് സ്നേഹം, ദൈവസ്നേഹം. അവർ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവസ്നേഹം അനുഭവിച്ചിരിക്കുന്നു, ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്നു, ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് അവസാനമായി നാം ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ
ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യപ്രവേശനത്തിനും നിത്യജീവനും പ്രാപ്തരാകുവാൻ നാം അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവരും അത് അനുഷ്ഠിക്കുന്നവരുമായിരിക്കണം. അങ്ങനെയായാൽ നാം അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി, വിശുദ്ധ വംശമായി, അവൻ്റെ സ്വന്തം ജനമായി, രാജപുരോഹിത വർഗമായി, അവൻ്റെ പ്രത്യേക സമ്പത്തായി. ദൈവം പറയുകയാണ്, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, നിങ്ങളെനിക്ക് ഈ ഭൂമിയിൽ പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന്. കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.